ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ദിവസമായില്ലേ നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇതിപ്പോൾ രാവിലെ തന്നെ മോള് സ്കൂളിൽ പറഞ്ഞു വിടാണ്. എനിക്കിന്നൊരു ഓഫ് ഡേ ആണ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. സ്കൂളെന്ന് വെച്ചാൽ ആകെ 2 മണിക്കൂറേ ഉള്ളൂ. ഇപ്പോൾ റമദാൻ ടൈമിങ് വെച്ചാൽ രാവിലെ 9:15 പോവാം, 11:15 തിരിച്ചു വരാം, അത്രേ ഉള്ളൂ. അങ്ങനെ ഈ സോക്സിൻ്റെ പരിപാടിയെല്ലാം മക്കൾക്ക് ഉണ്ടോയെന്നറിയില്ല. സോക്സിൻ്റെ ആ ഫ്രണ്ടിലത്തെ ഇതില്ലേ, അത് കുറച്ചെങ്കിലും ഓളെ ഡിസ്റ്റർബ് ആക്കിയാൽ പിന്നെ അത് ഇടൂല. അങ്ങനത്തെ ഒരു വാശിയാണ്. അപ്പം ഞാനതെങ്ങനെയൊക്കെയോ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, മക്കളൊന്നും ഒരുക്കണമെങ്കിൽ കയ്യിലെന്തെങ്കിലും കൊടുക്കണം, ഫോൺ കൊടുക്കണം, മസ്റ്റായിട്ടും കൊടുക്കണം. അങ്ങനെ ഓള് സെറ്റാക്കിയിട്ട് ഓള് വാനിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഓളെ പിക്ക് ചെയ്യാൻ വാൻ വരും. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. പരിപാടി എന്ന് വെച്ചാൽ ഒന്ന് ഡ്രസ്സ് ഷോപ്പിങ്ങിന് പോകണം, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഓള് സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ നേരെ പോണത് ഹോസ്പിറ്റലിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ നടു ഒടിഞ്ഞ് ഗൈസ്. എനിക്ക് ഭയങ്കര ബാക്ക് പെയിനാണ്. വർക്കിൻ്റെ സ്ട്രെസ്സും ഉണ്ട്, പിന്നെ നല്ല ബാക്ക് പെയിനാണ്. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ കുറച്ച് സിവിയറായി, അതുകൊണ്ടൊന്ന് കാണിക്കാൻ വിചാരിച്ചു. ഈ എൻ്റെ കൈ കിടക്കണത് ദുബായിലേക്കുള്ള ട്രിപ്പിൻ്റെ ടിക്കറ്റൊന്നുമല്ല മക്കളെ, മെഡിസിൻ്റെ സ്ലിപ്പാണ്. ഇത്ര മെഡിസിൻ എഴുതി തന്നിട്ടുണ്ട്. എൻ്റെ വൈറ്റമിൻ ഡി ലെവൽ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കുറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അതങ്ങ് കുറഞ്ഞ് കിട്ടി. അങ്ങനെ അതിനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അനിയത്തിനും പിക്ക് ചെയ്തിട്ട് നമ്മൾ പോവാണ്. അനിയത്തി ആ ഹോസ്പിറ്റലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഓളം കൂട്ടിയിട്ട് നമ്മളൊന്ന് ഷോപ്പിങ്ങിന് പോവാണ്. പെരുന്നാൾ ഷോപ്പിംഗ് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തായാലും 1-2 പോക്ക് കൊണ്ടൊന്നും അവസാനിക്കില്ല. മക്കൾക്കും കൂടി ഉണ്ടെങ്കിൽ പറയേ വേണ്ട. ഒരു ദിവസം ഷൂ, ഒരു ദിവസം ഡ്രസ്സ്, ഇങ്ങനെ തന്നെ അവസ്ഥ. അങ്ങനെ നമ്മൾ തൊക്കോട്ടുള്ള സാഗറിലാണ് കേട്ടോ വന്നത്. സാഗർ സിൽക്സ് ഓൾമോസ്റ്റ് മാംഗ്ലൂരിയൻസിനും പിന്നെ ഈ തൊക്കോട്ട് ഈ ഭാഗത്തുള്ള ആൾക്കാർക്കും അറിയാൻ, അതല്ല കാസർഗോഡിലുള്ള ആൾക്കാർക്ക് വരെ അറിയാം, കാരണം അത്രയ്ക്ക് ഫേമസ് ആണ് ഷോപ്പ്. ഇപ്പോൾ അവരുടെ പുതിയ ഔട്ട്ലെറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. സാരീസിൻ്റെ അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു വലിയൊരു മോൾ ടൈപ്പ്. ആദ്യം ഒരു 2 ഫ്ലോറിൻ്റെ ഷോപ്പ് പോലെ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഒരു നല്ലൊരു ഷോപ്പിംഗ് മോളായിട്ട് അടിപൊളി സെറ്റപ്പിലാണ് കേട്ടോ ഇപ്പോൾ അവരുടെ ഷോപ്പ്. ഇത് റീസെൻ്റ് ഈ ഫെബ്രുവരിയിൽ എന്തോ ആണ് ഇനോഗ്രേഷൻ ആയത്. അങ്ങനെ നമ്മൾ അവിടേക്കാണ് വന്നത്. യൂഷ്വലി നമ്മൾ എല്ലാ പെരുന്നാളും സാഗറിൽ നിന്നാണ് എടുക്കുക. അങ്ങനെ കളക്ഷൻസ് കുഴപ്പമില്ല കേട്ടോ. അവർ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോരോ ഫ്ലോർ ഒന്നൊന്നിനായിട്ട്. അങ്ങനെ വെസ്റ്റേൺ വേറെ, എത്നിക് വെയർസ് വേറെ, അങ്ങനെയൊക്കെ. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. രസമുണ്ട് കേട്ടോ, നല്ല നല്ല കളറായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നു. പിന്നെ വീട്ടിൽ ഇപ്പോൾ 2 ആളും വീട്ടിലാണ്, മോളും വീട്ടിലാണ് ഉള്ളതാണെങ്കിൽ മോൾക്കും ലീവായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പണിയെന്ന് വെച്ചാൽ ഇതാണ്. ഇവിടെ ഒരു ലോഡ് ടോയ്സ് ഉണ്ട്, അതുകൊണ്ട് കളിക്കലാണ് നമ്മുടെ മെയിൻ പരിപാടി. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയൊന്നും അല്ല, പക്ഷേ നമ്മളിരുന്ന് കളിച്ചില്ലെങ്കിൽ ഓള് ഒരു രീതിക്കും സമ്മതിക്കില്ല. ഭയങ്കര ബഹളമായിരിക്കും. ഞങ്ങൾ 2 ആൾ വീട്ടിലുണ്ടെങ്കിൽ ഓക്ക് ഫുൾ ടൈം ഓളെ കൂടെ കളിക്കണം, അങ്ങനത്തെ ഒരു മൈൻഡാണ്. പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ അങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓളെക്കാലം കളിക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ്. റാഷിച്ചാണ് ഫുള്ള് കളി. പിന്നെ ഓള് ഇങ്ങനെ നമ്മളെല്ലാം എടുക്കാനൊന്നും ഓള് സമ്മതിക്കില്ല കേട്ടോ. നമ്മളെടുത്താലും ഒക്കെ ദേഷ്യം പിടിക്കും. ആ മോൻ കണ്ടാൽ തന്നെ അറിയില്ലേ, ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും. അത് തൊടരുത്, ഇത് തൊടരുത്, ഞാൻ പറഞ്ഞത് മാത്രം എടുക്കാവെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സൈഡിൽ 2 പൂച്ചക്കുട്ടികൾ നിസ്കരിക്കുന്ന പോലെ ഉണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചത്. അങ്ങനെ ഇതിപ്പോൾ ആ ബോക്സ് കണ്ടാൽ വിചാരിക്കുന്നത് എന്താ ആക്രി സാധനം. ആക്രി തന്നെയാണ്, അതിലില്ലാത്ത സാധനമില്ല. ഇത് നമ്മൾ നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ചാലൊന്നും നിൽക്കാൻ പോണില്ല. ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ ഗൾഫിലൊന്നൊക്കെ ഇതെന്തോ റാഷിച്ച് വരുമ്പോൾ കൊണ്ടുവന്ന ബോക്സാന്ന് തോന്നുന്നു. അതിൽ ഇട്ടിട്ട് ഫുള്ള്
തോന്നുമ്പോൾ എടുത്ത് പുറത്തിടും. പിന്നെ കളിയൊക്കെ കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് അതിനകത്തിട്ടിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചോളും. അതാണ് പരിപാടി. അങ്ങനെ ഇവളെ 1 ഇയർ തൊട്ടുള്ള ടോയ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് മൊത്തം വലിച്ചു വാരിയിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിപ്പോൾ എൻ്റെ കൈ കണ്ടോ, കയ്യിൽ ഈ കടിച്ചതിൻ്റെ പാട്, അത് ആർട്ടിസ്റ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിപ്പോൾ എൻ്റെ നെയിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം എനിക്ക് നല്ല ബാക്ക് പെയിനാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിനാണ്. അങ്ങനെയെന്ന് വെച്ചിട്ടല്ല, യൂഷ്വലി ഇങ്ങനെ ചെയ്ത് തരാറുണ്ട്. ഞാൻ തിരിച്ചും ഇത് എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് അടുത്തത് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, അല്ലാണ്ട് വൺ വേ അല്ല. അങ്ങനെ നെയിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെന്താ, നിങ്ങൾ ആ സൈഡിൽ ഒരാളെ കണ്ടോ? ഈ സൈഡിൽ നിൽക്കുന്ന ആൾ ഡെലിവറി ചെയ്യാൻ വന്നിട്ട് OTPക്ക് വേണ്ടി നിൽക്കല്ല, ഫോണും തോണ്ടി നിൽക്കുന്നത് കാണുമ്പോൾ അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ ഇതെൻ്റെ സ്വന്തം അനിയത്തിയാണ് കേട്ടോ. ഞങ്ങളവിടെ എൻട്രൻസിൻ്റെ അവിടെ 2 ആൾ ഇരുന്നിട്ട് നെയിൽ കട്ട് ചെയ്തുകൊണ്ട് ബ്ലോക്കാക്കിക്കാണ്. അതുകൊണ്ട് ഓളിവിടെ നിന്നിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എൻ്റെ നെയിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോൾക്ക് വല്ലാണ്ടങ്ങ് പൊസസീവായി. ഓൾക്ക് പിന്നെ ഓൾക്കും ചെയ്യണം അങ്ങനത്തെ ഒരിതായി. എൻ്റെയും കട്ട് ചെയ്ത് തരണം. ഓളെ നെയിൽ സത്യം പറഞ്ഞാൽ 2 ദിവസം മുമ്പ് കട്ട് ചെയ്തത്, അതിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓൾക്ക് അത് കട്ട് ചെയ്യുന്നേ വേണം. പിന്നെന്ത് ചെയ്യാനാ? പിന്നെ ഓളെ കാലം എടുത്ത് വെച്ച്. അത് പിന്നെ നിങ്ങൾക്ക് പെൺമക്കളുള്ള മോംസിന് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര പൊസസീവ് ആയിരിക്കും കേട്ടോ. നമ്മളെന്തെങ്കിലും കെയർ ചെയ്യണ കണ്ടാൽ ഓൾക്ക് അത് തന്നെ വേണം. അതിന് പിന്നെ ഓളിന്ന് കട്ട് ചെയ്ത് കൊടുത്ത്. ഇത് പിന്നെ കുറച്ച് സമയം ഓരോ കളി തന്നെ കണ്ടുകൊണ്ടിരിക്കണം. ഇത് ഹസ്ബൻഡിൻ്റെ ഉമ്മ കൊണ്ടുവന്ന ഹെയർ ബാൻഡാണ്. ഉമ്മ ഉംറയ്ക്ക് പോയിട്ട് വരുമ്പോൾ ഓൾക്ക് കൊണ്ടുവന്ന കുറച്ച് സാധനത്തിൽപ്പെട്ട ഒരു ഹെയർ ബാൻഡാണ്. അതൊക്കെ ഇട്ടിട്ട് വലിയ ആളെപ്പോലെ ഭയങ്കര കളിയായിരുന്നു 2 ആളും. പിന്നെ ഇത് റമദാൻ മാസത്തിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേകതരം കാഴ്ചയാണ്. ഇതെൻ്റെ അളിയനാണ്, അറിയായിരിക്കും. അങ്ങനെ ഓര് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഈ ഷൂട്ട് ഓര് വന്നത്. അപ്പം ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടതാണ്. എന്താണെന്നറിയില്ല, റമദാൻ മാസമായി കഴിഞ്ഞാൽ ഭയങ്കര മുഖം കഴുകല ആൾക്ക്. അപ്പം ഞാൻ അത് പറഞ്ഞുകൊണ്ട് ചിരിക്കായിരുന്നു. പിന്നെ നമുക്കൊന്ന് ഷോപ്പിൽ പോകാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ഒരു അടുത്താണെങ്കിലും ആദ്യമായിട്ടാണ് നോമ്പ് തുറക്കാൻ ഇങ്ങോട്ട് വരുന്നത്. ഈ മാസത്തിൽ വന്നിട്ടുണ്ട് കുറേ പ്രാവശ്യം, പക്ഷെ നോമ്പ് തുറക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഒരു കൂടി ഉള്ളതല്ലേ, അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പ് വരെ ഒന്ന് പോവാണ്. ഇവിടെ അടുത്തുള്ള ടൗണിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോവാണ്. പുറത്തുനിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പുറത്തെ പൊസിഷനിൽ നിന്നാൽ വേറെ മാതിരി തോന്നുമെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ നിൽക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓളെന്തായാലും ഞങ്ങളിപ്പോൾ വരുമല്ലോ. അങ്ങനെ ആദ്യം 2 ആൾ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കും കൂടി വരണം. അങ്ങനെ നമ്മൾ പോയി വന്ന് സാധനമൊക്കെ മേടിച്ച്, പിന്നെ കിച്ചൻ്റെ അവസ്ഥയാണ്, എല്ലാം കൂടി കൂട്ടി കുഴച്ചുകൊണ്ട് നിൽക്കുക. ഇത് ഉമ്മെന്തോ പായസത്തിന് ബ്രൈറ്റ്നെസ് കൂടിയിട്ട് കുറച്ചും കൂടി ഒരു മഞ്ഞപ്പിത്തം പിടിച്ച പോലെയുണ്ട്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു, ഒറിജിനൽ കളർ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന പായസമാണ്. പിന്നെ സമൂസ, ഇതൊക്കെ സാധാരണ സംഭവങ്ങൾ നോമ്പ് തുറക്കാനുണ്ടാക്കുന്ന അതൊക്കെ ഉണ്ടാക്കി. പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ കസ്റ്റാർഡിനിടുന്ന ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും പിന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ വീട്ടിലെ കാര്യസ്ഥന്മാരായ 2 ആണുങ്ങൾക്ക് ഏൽപ്പിച്ച് എന്താ വെച്ചാൽ നല്ല വൃത്തിക്ക് ചെയ്തു തരും. അങ്ങനെ ഇഞ്ചാണെങ്കിൽ മിഡിലിരുന്നിട്ട് ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നൊന്നെടുത്തിട്ട്. അളിയൻ പിന്നെ ഫ്രൂട്ട്സ് കട്ടിങ്ങിലൊക്കെ പണ്ടേ PhD എടുത്ത ആളായതുകൊണ്ട് ആ പണിയൊക്കെ ഞങ്ങൾ വീട്ടിലാളുണ്ടെങ്കിൽ ആൾക്ക് തന്നെയാണ് ഏൽപ്പിക്കുക. നല്ല വൃത്തിക്കെല്ലാം ചെയ്തു തരും.
എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വീട്ടിലെ ആണുങ്ങൾ എന്തായാലും കിച്ചണിൽ കയറണം, ഹെൽപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു പ്രത്യേക രസമാണ് വീട്ടിൽ. എല്ലാവരും കൂടി ഒന്നിച്ച് കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഓരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നമുക്കും നല്ല ഒരു എന്താ പറയുക, ആ ഒരു ടയേർഡ്നെസ് ഒന്നും അറിയില്ല. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടൊക്കെ ചെയ്യും. പിന്നെ ഇത് എൻ്റെ ബ്രദറും എൻ്റെ ഫ്രണ്ടുമാണ് കേട്ടോ. അങ്ങനെ പരിപാടി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതൊക്കെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് കഴിച്ചതല്ല കേട്ടോ, അഭിനയിച്ചതാ. ഇത് ഇടിയപ്പം ഉണ്ടാക്കണ ഇതില്ലേ, ഇതിനെന്താ പറയുക, എന്തോ ഒരു സാധനം. അങ്ങനെ അതിൽ ഇതിനിപ്പോൾ എന്താ പറയുക, അതിലെന്തോ കട്ടി പിടിച്ചിട്ട് അതിങ്ങനെ എടുക്കാൻ ലൈക്ക് അത് സ്മൂത്തായിട്ട് ഇതാവുന്നില്ല. അപ്പോൾ അതിന് ഇവർ എന്തോ ഓയിൽ എന്തോ ഇട്ടിട്ട് ഇതാക്കുകയാണ്. എൻ്റെ മോളെ പഴയൊരു ഡ്രസ്സ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പം അളിയന് ഓളെ പെർമിഷൻ എടുത്തുകൊണ്ടാണ് കേട്ടോ ഇത് എടുക്കണത്. ഇല്ലെങ്കിൽ ഓളെ ബഹളം എല്ലാവർക്കും അറിയാം. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനിയൊരു ടൈം ഉണ്ട് കേട്ടോ ബാങ്ക് കൊടുക്കാൻ. അപ്പോൾ കുറച്ച് കളിയൊക്കെ ഇവർ ഷട്ടിൽ കളിക്കാനൊക്കെ തുടങ്ങി. എൻ്റെ സിസ്റ്ററും അളിയനും റാഷിച്ച അവരൊക്കെ ആയിട്ട്. എനിക്ക് പിന്നെ ബാക്ക് പെയിൻ ആണല്ലോ, അപ്പം ഞാൻ കളിക്കാൻ ഒബ്വിയസ്ലി പോവില്ല. അപ്പം ഞാനിവിടെ മൂലയ്ക്ക് ഇരിക്കണ്ടായിരുന്നു. ഇവള് പിന്നെ എന്ത് ഓളപ്പം കൂടിയാലും ചൊറയാണ്. ആ ബാറ്റ് ചോദിച്ചിട്ടാണ് ഇതിപ്പോൾ അടുത്തത്. അപ്പോൾ അത് ഓള് ചോദിക്കുമ്പോൾ കൊടുക്കണം. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സ്വഭാവമാണ് ഈ വാശി പിടിക്കുക. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയല്ലേ. പിന്നെ കൊടുത്തപ്പോൾ ഒക്കെ അത് വേണ്ട, പിന്നെ എന്നെ ഞാൻ കളിക്കണം, അങ്ങനെയൊക്കെ ആയി. കണ്ടില്ലേ, ഓടിച്ചാടി കളിക്കുന്നു. ഇവർക്ക് രണ്ടാൾക്കും നോമ്പുണ്ടെന്ന് കണ്ടാൽ പറയോ, എന്താ എനർജി. എനിക്കാണെങ്കിൽ രണ്ടാളെ ബാക്കിൽ ഓടി നടന്നിട്ട് എങ്ങനെയൊക്കെയോ ബാറ്റ് പിടിച്ച് വാങ്ങി. പിന്നെ അകത്ത് കയറി നോക്കുമ്പോൾ എൻ്റെ സിസ്റ്റർ, അതായത് വലിയ സിസ്റ്റർ ഇത്താത്ത, ഓളും പിന്നെ ചെറിയ ആളും കൂടിയിട്ട് അടിപൊളിയായിട്ട് കട്ട്ലേറ്റിനൊക്കെ ഉള്ള സംഭവങ്ങൾ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ചോദിക്കും, നീ ഒന്നും ചെയ്യാറില്ലേ? ഞാൻ ചെയ്യാറുണ്ട് ഗൈസ്. ഞാൻ ചെയ്യണത് ഞാൻ തന്നെ വീഡിയോ എടുക്കില്ലല്ലോ. ഇതിപ്പോൾ വീഡിയോ എടുക്കൽ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്, ഒരു ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാണുന്നുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഞാൻ ചെയ്യും. അങ്ങനെ വലുതായിട്ട് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല, ഞാൻ വീട്ടിലുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഇതൊക്കെ സെറ്റായി ഉള്ളിൽ ടൈം നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ബാങ്ക് കൊടുക്കാനായി. എല്ലാം ഓൾമോസ്റ്റ് റെഡിയാണ്. നേരത്തെ ഉണ്ടാക്കി വെച്ച സമൂസ പൊരിച്ചെടുത്ത്, പിന്നെ പായസം ഞാൻ പറഞ്ഞില്ലേ, ആ പായസം എന്താ ഈ കളർ, ഞാൻ വീഡിയോയിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ കട്ട്ലേറ്റ് പൊരിച്ച്, പിന്നെ ഇത് ഇടിയപ്പമാണ് കേട്ടോ. ഇതൊക്കെ ആയിട്ടുള്ളൊരു കുട്ടി നോമ്പ് തുറയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വേറെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.